തമിഴ്നാട്ടിലേക്ക് പോകുന്നു. തമിഴ്നാട്ടിലാണ് വലിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. TVK, അതായത് നടൻ വിജയുടെ പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. DMK വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത്. TVK അത്യാവശ്യം സീറ്റുകളൊക്കെ പിടിച്ച് പ്രതിപക്ഷത്തിരിക്കും എന്നും കരുതി. പക്ഷേ സംഭവിച്ചത് DMK 3ാം സ്ഥാനത്തേക്ക് പോയി സ്റ്റാലിൻ അടക്കമുള്ളവർ തോൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിധി തമിഴ്നാടിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. അല്ല, ഈ തമിഴ്നാട് റിസൾട്ടിൽ എന്നെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയത് TVK വിജയിൻ്റെ പാർട്ടി വിജയിച്ചതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം AIDMK 2ാം സ്ഥാനത്ത് വന്നു. ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നത് ഇടയ്ക്ക് DMK 2ാം സ്ഥാനത്തേക്ക് വരുന്നുണ്ടെന്നാണ്. AIDMK നിലംപരിശാവെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അവർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. TVKയുടെ വിജയം പ്രവചിച്ച ഒരു ഏജൻസി ഉണ്ട് കേട്ടോ, ആക്സിസ് മൈ ഇന്ത്യ. അത് കണ്ടിട്ട് എല്ലാവരും ചിരിക്കുന്ന സ്മൈൽ ഇട്ടും ചെയ്തായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ അവിശ്വസനീയം, ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അവിശ്വസനീയമായ റിസൾട്ട് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. TVK ഓഫ് കോഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് സാമാന്യമായിട്ട് ധരിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇങ്ങനെ ഇത്രയും ഗംഭീരമായിട്ടൊരു വിജയം എനിക്ക് തോന്നുന്നു. അവരിപ്പോൾ മാജിക് നമ്പറിൻ്റെ 8 മാറ്റമാണ് കുറവായിരുന്നു. 118 വേണ്ടത് അല്ലേ, 118 വേണ്ടത്. അത് 110 വരെ ആണ് അവസാന ലീഡ് കാണിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള പല സ്വഭാവത്തിലുള്ള വിശകലനങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് എനിക്ക് തോന്നുന്നു, ഈ DMK മുന്നണി എന്ന് പറയുമ്പോൾ കൂട്ടണി അരശാണല്ലോ. കൂട്ടണി പക്ഷേ സർക്കാരിലില്ല. കൂട്ടണി അരശേ ഉള്ളൂ, കൂട്ടണി സർക്കാരില്ല. എന്ന് പറഞ്ഞാൽ ഇവർ സഖ്യത്തിൽ വിജയിച്ചാലും മന്ത്രിസഭയിൽ ആരാണ് ഉണ്ടാവുക? DMK മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് DMKയുടെ പൊളിറ്റിക്സ് എന്താണ്? നമ്മൾ സാമാന്യമായിട്ട് നോക്കുമ്പോൾ DMK സമൂഹത്തിലെ എല്ലാ പൊളിറ്റിക്കൽ കറണ്ടുകളെയും യോജിപ്പിക്കുന്ന ഒരു മഴവിൽ മുന്നണിയായിട്ട് നിൽക്കുന്നു. വലിയ തോതിൽ സംഘ് പരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറയുന്നു, ദ്രവീഡിയൻ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു. അങ്ങനെയുള്ള അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുള്ളത്. അത് ശരിയാണ്. പക്ഷേ ഈ ഘടക കക്ഷികൾ, കൂട്ടണി കക്ഷികൾ എന്താണ് അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവർ നമ്മളെ നക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. നമ്മളെ നക്കിക്കൊല്ലും, നമ്മളെ കൂടെ കൂട്ടും, നമ്മളുടെ ഒരു പ്രതിപക്ഷമായിരിക്കാനുള്ള നമ്മുടെ സാധ്യതയെ അവസാനിപ്പിക്കുക, കൂട്ടത്ത് കൂട്ടുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യില്ല? നമുക്ക് ഭരണത്തിൽ പങ്കാളിത്തം നൽകില്ല, നമ്മുടെ രാഷ്ട്രീയ അസ്തിത്വം വകവെച്ച് തരില്ല. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. കൂട്ടണിയിൽ അവർ ആദ്യം കൂട്ടുമ്പോൾ അവരുടെ ചിഹ്നത്തിലാണ് മത്സരിപ്പിക്കുക. കഴിഞ്ഞ ഇലക്ഷനിൽ വരെ മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്നത് DMKയുടെ ഉദയസൂര്യൻ ചിഹ്നത്തിലായിരുന്നു. ഇത്തവണയാണ് അവർ കോണി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമായ നമ്മുടെ അസ്തിത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളെ കൂടെ കൂട്ടി നമ്മളെ ഇല്ലാതാക്കുന്ന ഒരു രാഷ്ട്രീയമാണ് സ്റ്റാലിൻ കൊണ്ടു നടക്കുന്നതെന്ന വിചാരം ഇവരുടെ ഘടകകക്ഷികളുണ്ട്. അത് ഏറ്റവും കൂടുതലുള്ളത് ഒന്ന് VCKയിൽ അത് വലിയ തോതിലുണ്ട്. VCKയ്ക്ക് അകത്ത് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസ് ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കോൺഗ്രസ്സിന് സാമാന്യം നല്ല സംഘടനാ സംവിധാനം തമിഴ്നാട്ടിലുണ്ടെന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി വളരെയധികം പോപ്പുലറാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ ഈ മുന്നണി തമിഴ്നാടാണ്. അതെ, ഈ മുന്നണിയിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കണമെന്നായിരുന്നു, നമ്മൾ TVKയോടൊപ്പം ചേരണമെന്നായിരുന്നു തമിഴ്നാട് പാർട്ടിയുടെ PCCയുടെ ആഗ്രഹം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അവരതുമായി ബന്ധപ്പെട്ട് വിജയമായിട്ട് ചർച്ച നടത്തുകയും മുഖ്യമന്ത്രി സ്ഥാനം വിജയിക്കും, ഉപമുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിനും എന്നൊരു ധാരണയിലെത്തിയതാണ് അവർ തമ്മിലുള്ള ചർച്ചയിൽ. പക്ഷേ കേന്ദ്ര നേതൃത്വം അതിനെതിരായിരുന്നു. അവർ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയുന്നൊരു വിശാല കാഴ്ചപ്പാടിൽ നമ്മൾ DMK മുന്നണിയിൽ തന്നെ നിൽക്കണം എന്നുള്ളതായിരുന്നു. ഈ പ്രചാരണത്തിൽ നമ്മൾ കണ്ടതാണ്, കോൺഗ്രസും DMKയും സംയുക്തമായിട്ടുള്ള പ്രചാരണം വളരെ കുറവായിരുന്നു. രാഹുൽ ഗാന്ധി അവിടെ വന്നപ്പം സ്റ്റാലിനുമായി വേദി പങ്കിട്ടിട്ടില്ല. രാഹുൽ ഗാന്ധി സ്വന്തം നിലക്കാണ് റാലികൾ നടത്തുകയും ക്യാമ്പയിൻ നടത്തുകയും ചെയ്തു. വരാനും വളരെ വൈകി. അപ്പം അവിടെ നിന്നുള്ള, ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 1-2 ഈ രാഷ്ട്രീയ രംഗത്ത് താല്പര്യമുള്ള സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുകയായിരുന്നു. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ്സുകാർ അവർ മത്സരിക്കാത്തിടങ്ങളിൽ വ്യാപകമായിട്ട് TVKക്ക് വിജയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഇവന് ഈ മാജിക് നമ്പറിലേക്ക് എത്താൻ കോൺഗ്രസിൻ്റെ പിന്തുണ ഉണ്ടായാലും 5 സീറ്റ് കോൺഗ്രസിനുണ്ട്. പക്ഷേ എന്നാലും മതിയാവില്ല, 118 പക്ഷേ കോൺഗ്രസ് TVK അലയൻസിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ പോയേക്കുമെന്നാണ്. കാരണം അവർക്ക് മാനസികമായ ഒരു അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്, തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതൃത്വം ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അത് അതിലൊരു ഘടകമായിരിക്കും. പിന്നെ വേറെയും പല സംഗതികളുണ്ട്. ഒന്നാമത് വിജയുടെ ഒരു ഫാൻ ബേസ് എന്നുള്ള വളരെ പ്രധാനമാണ്. തമിഴ്നാട്ടിൽ അവിടുത്തെ ജനസംഖ്യയിൽ 21% ആളുകൾ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സാണ്. 14 ലക്ഷം പുതിയ വോട്ടർമാർ അവിടെയുണ്ട്. ഇത്തവണ ആദ്യമായി വോട്ട് ചെയ്യുന്ന 14 ലക്ഷം ആളുകളുണ്ട്. അപ്പോൾ
വിജയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഏരിയയാണ്. ഈ വിജയ് ഫാൻസ് അല്ല അങ്ങേരുടെ ഒരു ആരാധക വൃത്തമുള്ള ആ വോട്ട് പൂർണ്ണമായിട്ട് സമാഹരിച്ചിട്ടുണ്ടാവും. വിജയ് ജോസഫ് വിജയ് ആണ്. തമിഴ്നാട്ടിൽ കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ജനസംഖ്യ അനുപാതമുള്ള സംസ്ഥാനമാണ്. 6 മുതൽ 7% വരെ ക്രിസ്ത്യാനികളാണ്. മുസ്ലിങ്ങൾ 5 മുതൽ 6% വരെയാണ്. ധാരാളം മുസ്ലിം കാൻഡിഡേറ്റ്സിനെയാണ് വിജയ് ടി വിക്ക് നിർത്തിയെന്ന് മാത്രമല്ല, ഇങ്ങേരുടെ ഇടത്തും വലത്തും തട്ടമിട്ട മുസ്ലിം നേതാക്കന്മാർ, ടി വിയുടെ നേതാക്കന്മാരൊക്കെ കാണാൻ പറ്റും. കഴിഞ്ഞ ഇഫ്താറിൽ നിസ്കരിക്കുന്ന വിജയെ കണ്ടില്ലേ? ഇഫ്താറിൽ സാധാരണ ആളുകൾ ഇഫ്താർ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുക, വിജയ് തൊപ്പിയിട്ട് നിസ്കരിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് മുസ്ലിം അപ്പീലും ക്രിസ്ത്യൻ അപ്പീലും രണ്ടും കൂടെ കൂട്ടിയാൽ അറൗണ്ട് 12% അവിടെ വരും. അത് വലിയ തോതിൽ വിജയ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ കരൂർ ദുരന്തം ഉണ്ടല്ലോ, അത് വിജയുടെ ഒരു പരാജയമായിട്ടാണ് നമ്മളൊക്കെ വിശകലനം ചെയ്തത്. അങ്ങനെയല്ല, അതൊരു സ്റ്റേജ് മാനേജ്ഡ് ആയിരുന്നു. കരൂർ മാഫിയ അവർ ഒപ്പിച്ച പണിയാണ് വിജയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി എന്ന് വിചാരിക്കുന്ന ആളുകളാണ് തമിഴ്നാട്ടിൽ നല്ലൊരു ശതമാനം ചെറുപ്പക്കാർ. അത് വലിയ തോതിൽ എതിരായിട്ട്, സ്റ്റാലിനെതിരായിട്ട് വിജയ്ക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വരുന്നൊരു വിശകലനം എന്ന് പറയുന്നത്. കരൂർ ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ കാണുന്നത്, കരൂർ ദുരന്തം ഉണ്ടായപ്പോൾ സ്റ്റാലിനെ ആദ്യം വിളിക്കുന്നത്, രാഹുൽ ഗാന്ധി ആദ്യം വിളിക്കുന്നത് വിജയാണ്, സ്റ്റാലിനെയല്ല. അങ്ങനെയുള്ള ചില മെസ്സേജിങ് അവിടെയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അസാധാരണമായിട്ടുള്ളൊരു സംഗതി. പിന്നെ സ്റ്റാലിൻ്റെ ഈ കുടുംബാധിപത്യം, മറ്റേ മകനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങൾ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വികസനമുണ്ടായ സംസ്ഥാനമാണ് അവിടെ. പക്ഷേ അത് കൂടുതലും ഫ്രീ ബീസിലേക്കാണ് ചിലവഴിച്ചത്. ഏതെങ്കിലും നിലക്കുള്ള ഒരു വെൽത്ത് ഗ്രോത്ത് ആളുകൾക്ക് ഉണ്ടാകുന്ന സ്വഭാവത്തിൽ തൊഴിൽ വർദ്ധിപ്പിക്കാനോ കൂടുതൽ സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൊന്നും ആ നിലക്കുള്ളൊരു വെൽത്ത് മാനേജ്മെൻറ്റ് അവിടെ ഉണ്ടായിട്ടില്ല എന്ന വിമർശനമുണ്ട്. അപ്പോയിൻമെൻറ്റുകളുടെ കാര്യത്തിൽ, പ്രൊമോഷൻ്റെ കാര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ വലിയ തോതിൽ സ്റ്റാലിനെതിരായിരുന്നു. പോലീസിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്ഭുതം തോന്നും. ഈ കോളേജ് രാഷ്ട്രീയം, ക്യാമ്പസ് രാഷ്ട്രീയത്തെ വലിയ തോതിൽ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുണ്ടായ ശ്രമങ്ങളുണ്ട്. ദലിത് വിഭാഗങ്ങൾക്കിടയിൽ ഒരു BSP നേതാവ് ഉണ്ടായിരുന്നു, ആംസ്ട്രോങ് എന്ന് പറയുന്ന ഒരു BSP നേതാവ് കൊല്ലപ്പെട്ടു. അത് ദലിത് വിഭാഗത്തിനിടയിൽ കടുത്ത അമർഷം DMK-ക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വിഷയത്തിൽ VCK കണിശമായ നിലപാടെടുത്തില്ല എന്നുള്ളതുകൊണ്ട് VCK-യുടെ സപ്പോർട്ട് ബേസിൽ VCK-ക്കെതിരെ അമർഷം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നമ്മൾ കാണുന്ന ഇതൊരു ആദ്യത്തെ പ്രതിഭാസമല്ല. MGR ഫെനോമിന എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിസ്മയ ചരിത്രമാണ്. 1977 പാർട്ടി ഉണ്ടാക്കി. അതുപോലെ ADMK എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കി. അതേപോലെ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കി. അല്ലല്ല, MGR DMK എന്ന് ഇറങ്ങി വന്നിട്ടാണ് ADMK ഉണ്ടാക്കുന്നത്. DMK എന്ന് ഇറങ്ങി വന്ന് ADMK ഉണ്ടാക്കുകയാണ്. എന്താണ് അന്ന് സംഭവിച്ചത് നമുക്കറിയാലോ. 77 മുതൽ 86-87 വരെ മറ്റും അമേരിക്കയിൽ ചികിത്സയിലിരിക്കെ അമേരിക്കയിൽ നിന്നുകൊണ്ട് മത്സരിച്ച് ഗംഭീര വിജയം നേടിയിട്ടുണ്ട് MGR. അപ്പോൾ ഇതൊരു MGR ഫെനോമിനയാണ് എന്ന്, കാരണം MGRൻ്റെ പിന്തുടർച്ച ജയലളിത ഇല്ലാതായി. അപ്പോൾ ആ ഒരു വാക്വം നിലനിർത്തുന്ന ഒരു MGRൻ്റെ പിന്തുടർച്ചക്കാരൻ എന്നുള്ള നിലയിൽ തമിഴ് ജനത വിജയെ സ്വീകരിച്ചു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ഫാൻ ബേസാണ്, ചെറുപ്പക്കാരാണെന്ന് പറയുമ്പോൾ രാഷ്ട്രീയം പറയുന്നുണ്ട്. വിജയ് വളരെ കൃത്യമായി തമിഴ് ദേശീയതയെക്കുറിച്ച് പറയുന്നുണ്ട്, ദ്രവീഡിയൻ രാഷ്ട്രീയം പറയുന്നുണ്ട്, സംഘ് പരിവാർ വിരുദ്ധത പറയുന്നുണ്ട്. ആ നിലക്കുള്ളൊരു കോംപ്രമൈസിന് വിജയ് ഇതുവരെ സന്നദ്ധമായിട്ടില്ല. അതുകൊണ്ട് തമിഴ്നാട്ടിൽ സാധ്യമായ എല്ലാ ഫ്ലേവേഴ്സും ചേർത്ത് വെച്ച ഒരു MGR 2.0 ആയിട്ട് വിജയ് സ്വയം പ്രതിഷ്ഠിക്കുന്നു, അത് വിജയിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. സാറേ, ഒരു അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ടെങ്കിലും വലിയൊരു ഐഡിയോളജി ഒന്നും മുന്നിൽ വെക്കാത്തൊരു പാർട്ടിയുമായാണ് വിജയ് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗ്രാസ് റൂട്ട് ലെവലിലും വലിയ സംവിധാനങ്ങളൊന്നും ആ പാർട്ടിക്ക് ഇല്ല. ഫാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അത്തരമൊരു പാർട്ടി തമിഴ്നാട്ടിൽ നമ്മൾ കരുതുന്നത് വളരെ പൊളിറ്റിക്കലായി വോട്ട് ചെയ്യുന്ന ആളുകളാണ്, സംഘപരിവാരത്തിനെതിരെ നിലപാടെടുക്കുന്ന ആളുകളാണ് അവിടെ എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ മാറി ചിന്തിപ്പിക്കുന്നുണ്ടോ? ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പാർട്ടി എന്ന നിലയിൽ ശരിയാണ് ഈ പറഞ്ഞ അതിൻ്റെ അണികളെ സംബന്ധിച്ചൊന്നും നമുക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളാണ് അതിൻ്റെ അണികളായിട്ടുള്ളതെന്ന് പറയാൻ കഴിയില്ല. താരാരാധന തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ തമിഴ് രാഷ്ട്രീയത്തിൽ നമ്മൾ താരാരാധന എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഫാക്ടറാണ്.
അത് നമ്മൾ ഇപ്പോൾ MGR ഫിനോമിനൻ പറഞ്ഞതുപോലെ തന്നെ അതൊരു പ്രധാനപ്പെട്ട, കരുണാനിധി ആയാലും സിനിമയിൽ വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആ താരാരാധന, അതെ ജയലളിത ആയാലും, അപ്പോൾ താരാരാധന എന്ന് പറയുന്നത് നോൺ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അവിടെ. അപ്പോൾ അത് സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള തമിഴ്നാട്ടിലെ ബന്ധത്തെക്കുറിച്ച് വളരെ വിശദമായ വേറെ തരത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ വിജയ് കുറേ കാലമായി പക്ഷെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ അതിൽ നിന്ന് കുറേയൊക്കെ അകന്നു പോയിരുന്നു വെച്ച് വേറൊരു ധാരയിലേക്ക് അത് മാറിയിരുന്നു. ഇപ്പോൾ നമുക്കറിയാം രാഷ്ട്രീയത്തിലേക്ക് വരാഞ്ഞിട്ടല്ലോ, കമലഹാസൻ വന്നു, രജനീകാന്ത് വന്ന് മടങ്ങിപ്പോയി, വിജയകാന്ത് വന്നു, അതൊന്നും വേണ്ടത്ര വിജയത്തിൽ എത്താതെ പോയി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ഒരു മെസ്സേജിങ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ തരത്തിലുള്ള പൊളിറ്റിക്കൽ മെസ്സേജിങ് സാധ്യമായി വിജയ്ക്ക് എന്നുള്ളതാണ്. ഒരുപാട് പ്രതികൂല സംഗതികളാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാലയളവിൽ വിജയ്ക്ക് നേരിടേണ്ടി വന്നത്. ഇപ്പോൾ ജനനായകൻ റിലീസ് ചെയ്യാൻ പറ്റിയില്ല, കരൂർ ദുരന്തം സംഭവിക്കുന്നു, പലതരത്തിലുള്ള പിന്നെ എന്താ പറയുക കോൺട്രവേഴ്സീസിൽ പെടുന്നു. ജനനായകൻ റിലീസ് ചെയ്യാത്തത് വീണത് വിദ്യാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പലതരത്തിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ട് പോലും ഈ ഒരൊറ്റ ഇതെല്ലാം സംഭവിക്കുന്ന സമയത്ത് തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയിൽ എന്ന പോലെ ആളുകൾ അതൊക്കെ അതിനോടൊപ്പം നിൽക്കുകയായിരുന്നു, നായകനോടൊപ്പം നിൽക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ മറുവശത്ത് നമ്മൾ കാണാതെ പോയ ഒരു കാര്യം, ഇപ്പോൾ DMK നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ്. DMK അതിൻ്റെ സംഘപരിവാർ വിരുദ്ധ നിലപാട്, പിന്നെ ഫെഡറലിസത്തിന് വേണ്ടി അവർ അതിൻ്റെ പിന്നെ അഡ്വക്കേറ്റ്സ് ആയി നിന്നുകൊണ്ട്, സ്റ്റാലിനാണല്ലോ ഇന്ത്യയിൽ നമ്മൾ ഫെഡറലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വക്കേറ്റായിട്ട് നമ്മൾ കണ്ടിരുന്നത്. അതൊക്കെ മാത്രമാണ് നമ്മൾ DMKയിൽ നമ്മൾ വീക്ഷിച്ചത്. യഥാർത്ഥത്തിൽ അവരുടെ പിന്നെ അവിടെ നടന്നിട്ടുള്ള ഭരണപരമായ പ്രശ്നങ്ങളിൽ അവർക്ക് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. നേരത്തെ ചിലത് ദാവൂദ് ചൂണ്ടിക്കാണിച്ചു. അത് എന്താ പറയുക, എൻ്റെ അവിടെയുള്ള ഒരു സുഹൃത്തിനോട് ഞാൻ മുമ്പ് തന്നെ സംസാരിച്ച സമയത്ത് DMK ഭയങ്കര ഗംഭീരമല്ലേ, സ്റ്റാലിൻ്റെ നിലപാടൊക്കെ വളരെ ഗംഭീരമല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്, നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനും ഇവിടുത്തെ സാമ്പത്തികമായ ഉയർച്ചയ്ക്കും വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പലതരത്തിലുള്ള വേറെ തരത്തിലുള്ള കാരണങ്ങൾ അതിനൊരു മറയായി വെക്കുകയാണ്. അതായത് ഈ ഫെഡറലിസത്തിന് വേണ്ടിയുള്ള ശബ്ദം ഉൾപ്പെടെ ഇവിടെ ആന്തരികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരു മറയായി വയ്ക്കുന്നതായിട്ട് അദ്ദേഹം കരുതുന്നു. അപ്പോൾ അതുപോലെ ചിന്തിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടാവാം. DMKക്ക് നെഗറ്റീവായി വന്ന് ഭവിച്ച ഫാക്ടേഴ്സാണ് ഞാൻ പറയുന്നത്. അത് ചിലപ്പോൾ അത് ധാരാളമായി അതിന് എതിരായി വന്ന് കാണും. അതുപോലെ തന്നെ ഈ വിജയ് എന്നൊരു വാക്ക് പോലും പറയാതെ പ്രചാരണം നടത്തിയ സ്റ്റാലിൻ്റെ ഒരു നടപടി, പൊതുവിൽ സ്റ്റാലിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് പിന്നെ ഇതെല്ലാം പറയുമെങ്കിലും സ്വയം ഒരു നേതാവെന്ന നിലയിൽ ബാക്കി ആളുകൾക്കൊന്നും ഒരു ശബ്ദമില്ലാത്ത നിലയിലുള്ള സമീപനം സ്വീകരിക്കുന്നതായിട്ടാണ്, അങ്ങനെയൊരു രീതി ഉള്ളതായിട്ട്. ഇപ്പോൾ മറ്റു പാർട്ടികൾക്ക് മന്ത്രിസഭയിൽ അംഗത്വം നൽകാത്തതിൻ്റെ കൂടി അതായിട്ട് കാണണം നമ്മൾ. അപ്പോൾ ഈ പറയുന്ന ഒരു സമീപനങ്ങളെല്ലാം DMKക്ക് അവരുടെ വോട്ട് ബേസിനെ ബാധിച്ചു എന്നുള്ള, ഇത് ശരിക്കും വോട്ട് ബേസിനെ ബാധിച്ചു തന്നെയാണ്. നമ്മൾ കണ്ടത് ഇപ്പോൾ 1962 കാമരാജ് വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ പിന്നെ ഈ ദ്രവീഡിയൻ പിന്നെ ബന്ധമില്ലാത്ത, എന്ന് വെച്ചാൽ പേരിൽ ദ്രാവിഡ ബന്ധമില്ലാത്ത ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നത് ഇപ്പോഴാണ്. അത് നമ്മൾ മാറിയുള്ള ഈ DMK DMK പിന്നെ സർക്കാരുകളല്ലാതെ മറ്റൊന്നും വന്നിട്ടില്ല, അത് പുതുതായിട്ട് വരികയാണ്. എന്നാൽ ദ്രവീഡിയനായിട്ടുള്ള എല്ലാ എലമെൻസിനെയും അവർ ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അണ്ണാദുരയെയും MGRമാണ് അദ്ദേഹത്തിൻ്റെ വീരപുരുഷന്മാരായിട്ട് അദ്ദേഹം കാണുന്നത്. അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രപരമായി BJP എതിർക്കുക, രാഷ്ട്രീയമായി DMK എതിർക്കുക, ഇതാണ് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്കൊന്നും ഒരു എന്താ പറയുക, അവിടെ ആ മേഖലയിലൊന്നും തമിഴർക്ക് തള്ളിക്കളയേണ്ടതായിട്ടുള്ളതൊന്നുമില്ല. രാഷ്ട്രീയ ബോധ്യമുള്ള തമിഴ് വോട്ടർമാർക്ക് പിന്നെ തള്ളിക്കളയേണ്ടത്, അല്ലെങ്കിൽ ഡൽഹിയോട് ഇവിടെ ജയിപ്പിച്ച് കഴിഞ്ഞാൽ ഇയാൾ ഡൽഹിയുടെ കൂടെ പോകുമോ അല്ലെങ്കിൽ BJPയുടെ കൂടെ പോകുമോ എന്ന് സംശയിക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവിടെ ഒരു മാറ്റത്തിനുള്ള ഒരു സാധ്യത വന്നപ്പോൾ ഒരു ചോയ്സ് കിട്ടി. അതാണ് ഏറ്റവും നല്ല. ഇതുവരെ അവർക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ലായിരുന്നു. ഒരു ചോയ്സ് വരികയാണ്, ചെറുപ്പക്കാരനാണ്, ഒരു പുതിയ പിന്നെ എന്താ പറയുക, ഒരു പുതിയ സമീപനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ പറഞ്ഞ രീതിയിൽ യുവാക്കൾ ഒന്നടങ്കം അങ്ങോട്ട് തിരിഞ്ഞു എന്നാണ്. നമ്മളൊക്കെ നമ്മുടെ ചർച്ചയിലൊക്കെ പിന്നെ അത്രയ്ക്കൊന്നും ഉണ്ടാവില്ലായിരിക്കും, ഒരു 10-20 സീറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ഇങ്ങനെ ഭയങ്കര ജാടയോടെയൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഭയങ്കര നിങ്ങൾക്കൊന്നും അറിയാഞ്ഞിട്ടാണ്, തമിഴ്നാട്ടിൽ വലിയ തരത്തിൽ വിജയ് തരംഗമാണ് എന്നുള്ള രീതിയിൽ ആളുകൾ പറയുന്നുണ്ട്. നമ്മളത്
അത് വിനയത്തോടെ ഇപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ നൗഫൽ, ഈ ഇതിൽ നിന്നാണ് ഇനി തമിഴ്നാടിൻ്റെ ഒരു പുതിയ ചരിത്രം ആരംഭിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പുതിയൊരു കാലഘട്ടം തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് സ്റ്റാലിൻ ആവട്ടെ അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധിയെ പൊക്കിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലും കൂടിയാണല്ലോ ആയിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉദയനിധി തോറ്റോ ജയിച്ചോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അദ്ദേഹത്തെ ആ സമയത്ത് തന്നെയാണ് വിജയുടെ ഈ ഉദയവും. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ളൊരു ഭീഷണിയായി മാറി. അപ്പോൾ അതുകൊണ്ടാണ് പേര് പോലും ഉച്ചരിക്കാത്ത രീതിയിലുള്ള ഒരു സമീപനം എടുത്തത്. അപ്പോൾ അത് പിന്നെ ആ നിലക്ക് കൂടി ഇനിയിപ്പോൾ ഉദയനിധിക്കാവട്ടെ ഒരു പ്രതിപക്ഷ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്ന് വേണം ഇനി തിരിച്ച് അധികാരത്തിലെത്താൻ. ഇത് ആദ്യപടി തന്നെ നേരെ വന്നങ്ങ് അധികാരത്തിലേറുകയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം നിൽക്കുന്നു. മാത്രമല്ല ഇനിയിപ്പോൾ നമുക്കാണ് ഭരണത്തിലെത്താൻ കോൺഗ്രസിൻ്റെ പിന്തുണ വേണമെന്ന് വരുന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും BJPയുടെ ഭാഗത്തേക്ക് TVK പോവാതെ നോക്കുക എന്ന് പറയുന്നത്, 2 സീറ്റ് മറ്റേ കിട്ടാൻ തന്നെ അല്ല, ഞാൻ പറയുന്നത് കേന്ദ്രവുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ തമിഴ്നാടിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നേടിയെടുക്കണം എന്നൊരു സംഗതി ഉണ്ടല്ലോ പൊതുവിൽ. പിന്നെ ഈ നവരാഷ്ട്രീയക്കാർക്കൊക്കെ അങ്ങനത്തെയുള്ള ചില രീതികളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവരുമായിട്ട് നമ്മൾ നല്ല സഹകരണം വേണമെന്നുള്ള സമീപനമൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആത്യന്തികമായി ആ കൂടാരത്തിലെത്തും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ പിന്നെ മേൽനോട്ടത്തിലുള്ള കോൺഗ്രസിൻ്റെ ആ ബന്ധം ദൃഢപ്പെടുത്തുകയാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. വിജയെ സംബന്ധിച്ച് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ചലഞ്ച് ഏറ്റെടുക്കേണ്ട ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ്സിന് അത് സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ പിന്നെ കാമരാജിൻ്റെയും GK മൂപ്പനാരുടെയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുടെ പിന്നെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ധാരയോടൊപ്പം ചേർന്ന് ഇതിനെ മതേതര പക്ഷത്ത് തന്നെ ഉറപ്പിച്ച് നിർത്താവുന്ന രീതിയിലും, അതുപോലെ തന്നെ മതേതര പക്ഷത്തിൽ ഇപ്പോൾ തമിഴ് ഭാഷയുടെ കാര്യത്തിലൊക്കെ എടുക്കേണ്ട നിലപാട് വളരെ പ്രധാനമാണല്ലോ. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ വരുന്ന ഫെഡറലിസത്തിനെതിരായ അറ്റാക്ക് അവിടെയാണ് തുടങ്ങിയത്. അത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിലൊന്നും ഒരു പിന്നോട്ടടി എന്ന് പറയുന്നത് തമിഴ് രാഷ്ട്രീയത്തെ തന്നെ നശിപ്പിച്ചു കളയും. അതാണ്. അപ്പോൾ ഇനി ഈ 5 വർഷം കൊണ്ട് ഇതെല്ലാം കൂടി കുളമാക്കി അവസാനം BJPക്ക് എടുത്തുകൊണ്ട് പോകാവുന്ന രീതിയിലേക്ക് ആക്കി മാറുകയാണെങ്കിൽ വലിയ ദുരന്തമായിരിക്കും. അത് സംഭവിക്കാതിരിക്കട്ടെ. അതിന് വിജയും കോൺഗ്രസും തീരുമാനിക്കട്ടെ അതിനെ എടുക്കേണ്ട നടപടികൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. വിജയിൻ്റെ ഗേൾഫ്രണ്ട് തൃഷയുടെ ബർത്ത്ഡേ ആണ്. ഇത്രയും ഗംഭീരമായ ബർത്ത്ഡേ അല്ല, ഞാനൊരു കാര്യം ഓർക്കുന്നത്, തൃഷ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, നിങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ആരായിരിക്കും? ഞാൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കും. തൃഷയോ? തൃഷ ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ വരും ദിവസം സംഭവിച്ചേക്കാം. അപ്പോൾ ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ വിജയം അനുസരിച്ച് നല്ലതായെന്നുള്ള അഭിപ്രായക്കാരനാണ്. കാരണം DMKക്കുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ ആഞ്ഞടിച്ചുവെങ്കിൽ ഒരുപക്ഷെ അപ്പോൾ അവർക്കുള്ള ഓപ്ഷൻ AIADMK BJP സഖ്യമായിരുന്നേനെ. അപ്പം അതിനിടയിൽ വിജയ് വന്നതുകൊണ്ട് വിജയ് വിജയിച്ചു, AIADMK BJP വിജയിക്കുകയും ചെയ്തില്ല എന്നുള്ളതാണ്. ഏതായാലും തമിഴ് ജനത ഇതൊരു വലിയ സിനിമയായിട്ടാണ്, ബ്രഹ്മാണ്ഡ സിനിമയായിട്ടാണ് കണ്ടതെന്ന് കരുതുന്നു. അതിൻ്റെ ക്ലൈമാക്സ് സത്യത്തിൽ ഇപ്പോഴും ആയിട്ടില്ല. കാരണം വിജയ് മുഖ്യമന്ത്രിയാകുമ്പോൾ മാത്രമേ അതിന് ക്ലൈമാക്സ് ആവുകയുള്ളൂ. വിജയ് മുഖ്യമന്ത്രിയാകാൻ ആരൊക്കെ പിന്തുണയ്ക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരിക്കേണ്ടത്.